ಕರ್ನಾಟಕದಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ನಿಮಗೇನು ಎಲ್ಲ ಮಾಡ್ತೇಯಾ? ಇಲ್ಲ, ಕಾಂಗ್ರೆಸ್ ನೈ. ಬಿಜೆಪಿ ಇಂದ ಬಂದಿಲ್ವಲ್ಲ ಇಲ್ಲಿ. ಮುಂದೆ ಬಿಜೆಪಿ ಒಂದ್ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ. ಗ್ಯಾರಂಟಿ ಎಲ್ಲ ಬರ್ತಾ ಇದೆ. കർണാടകയുടെ ഏകദേശം ഒരു അങ്ങേറ്റം നമ്മൾ എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് ആ പെനുകുണ്ടയിലേക്കാ പോണത്, ആന്ധ്രയിലേക്കാണ് പോയി ഇന്ന് കയറാൻ പോണത്. നമ്മള് ഈ ആയിട്ട് സ്റ്റേ തരാന്ന് പറഞ്ഞ് വിളിച്ച റിസോർട്ടാണ്. ദൈവമേ, ഇത് ജയിലിലേക്ക് കയറണ പോലെയല്ല, അത്രയും വലിയ ജയിലും അതിലൊക്കെയാണ്. ഇതിന്റെ അകത്ത് നിന്ന് തിരിച്ചു പോകാൻ പറ്റുമോ? അവർക്ക് വീഡിയോ ചെയ്ത് കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് ഇവിടെ സ്റ്റേ തരാന്ന് പറഞ്ഞ് തന്നെ വിളിച്ചതാ. ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് പേടിയാണല്ലോ. വണ്ടി എടുത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങാന്ന് പറഞ്ഞൊരു പ്ലാനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ചകൾ എന്നെ ഞെട്ടിക്കണായിരുന്നു. നിങ്ങൾ ഈ ആകാശം ഒന്ന് കണ്ടു നോക്ക്, എന്താ ബ്യൂട്ടിഫുള്ള്. ആന്ധ്രയുടെ ഈ ഒരു ബോർഡർ കയറിയപ്പോ തൊട്ട് ഇങ്ങനെയാണ് കേട്ടാ ഇവിടെ. കർണാടകയിലെ ഒരു ഹള്ളിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇഡലിയാണ് കേട്ടാ. പെട്രോൾ പമ്പിൽ ഞാൻ ടെന്റ് അടിച്ച് കിടക്കണവരെല്ലാരും കണ്ടതാ. രാവിലെ ഒരു 7:30 ആയപ്പോഴാ എണീറ്റ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ചാടി എണീറ്റ് നമ്മൾ ടെന്റൊക്കെ മടക്കി പോയാണ്. അങ്ങനെ വണ്ടി എടുത്ത് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹള്ളി ഏരിയയാണ്. ഇങ്ങനെ അധികം വലിയ നല്ല ഹോട്ടലുകളൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഹോട്ടൽ നോക്കി വണ്ടി നിർത്തിയിട്ടെ. ഇവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇവിടെ നിന്നുള്ളത് വാങ്ങി കഴിക്കാൻ പോയാണ്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് എവിടെ ചെന്നാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഇഡലിയാണ് കേട്ടോ ഇത്. ഇഡലി പിന്നെ 2 ചെറിയൊരു സാധനം, അതിൻ്റെ പേരെനിക്കറിയില്ല. കർണാടകയിൽ നിന്ന് നേരെ ആന്ധ്ര ബോർഡർ കയറി പെനുകുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. എന്തായാലും നമ്മൾ പെനുകുണ്ടയിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോണത്. അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ റൂട്ട്. ഇപ്പം ഞാൻ ഏകദേശം ഇനി നമ്മൾ തുംകൂർ എന്ന് പറഞ്ഞ റൂട്ട്, ആ ഒരു റൂട്ട് ചെന്ന് അവിടുന്ന് നേരെ പെനുകുണ്ട എന്ന് പറഞ്ഞാൽ ഹള്ളി ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രാമങ്ങളാണ്. വലിയ ടൗണും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പോണ റൂട്ടെന്ന് പറഞ്ഞാൽ കുനിഗൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടുന്ന് നേരെ തുംകൂരി, അങ്ങനെ കുറച്ച് ഉള്ളേരിയ കൂടി നേരെ കയറി പെനുകുണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെത്തും. അതാണ് എൻ്റെ പ്ലാൻ. ഓരോ ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ട് എന്തോ പോലെയൊക്കെ നോക്കണം. ഇപ്പം ഞാൻ ചെന്ന് കയറുന്നത് തുംകൂർ എന്ന് പറഞ്ഞൊരു ടൗൺ ആട്ടോ. തുംകൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വണ്ടിയുടെ പൊല്യൂഷൻ എടുക്കണം. നമ്മുടെ വണ്ടിയിൽ പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ്. പൊല്യൂഷൻ എടുത്തില്ലെങ്കിൽ പണി കിട്ടും. കാരണം നൈറ്റ് റൈഡിലൊക്കെ ഈ കർണാടക പോലീസ് ചെക്കിങ്ങിൽ പിടിക്കാൻ നേരം ചിലപ്പോൾ ചോദിക്കണ പൊല്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ അതിന് മാത്രം 1000 രൂപ അവർ മേടിക്കാൻ ചാൻസ് ഉണ്ട്. പൊല്യൂഷൻ കറക്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ. ഇന്ന് പൊല്യൂഷൻ ഇന്നലത്തെ കൊണ്ട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ പൊല്യൂഷൻ എടുത്തിട്ട് പോകണമായിരിക്കും നല്ലത്. വണ്ടിയൊക്കെ പണിത് സെറ്റാക്കിയത് കൊണ്ട് നല്ല കിടിലനായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. 2 പാനീയറുകളും ഒരു ടോപ്പ് ബോക്സും ഉണ്ട്. അത്രയും വെയിറ്റ്, പിന്നെ എക്സ്ട്രാ ഒരു ബാഗിൽ നിറയെ ഡ്രസ്സും ഉണ്ട്, ടെൻറ്റും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ നല്ല ഫ്രീ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ റോഡും കർണാടകയുടെ ഈ റോഡുകളെന്നൊക്കെ പറഞ്ഞാൽ പൊള്ളിയാണ്, പറയണ്ടല്ലോ. കണ്ടില്ലേ, വെടിയും പുകയും പോലെ നമുക്ക് വേണേൽ പോവാം. പിന്നെ ഈ ഒരു റൂട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ക്യാമറക്ക് നല്ല ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ റോഡുകളിലെല്ലാം തന്നെ. ഇത് ಯಾವ ಊರು? ಇದು ವಡಗೆರೆ. ವಡಗೆರೆ, ಕೊರಟಗೆರೆ ತಾಲೂಕು, ತುಮಕೂರು ಡಿಸ್ಟ್ರಿಕ್ಟ್, ವಡಗೆರೆ. ವಡಗೆರೆ. ಇಲ್ಲಿ ಏನೆಲ್ಲ ಇದೆ ಲೊಕೇಶನ್, ಪ್ಲೇಸಸ್? ಲೊಕೇಶನ್ ವೀರನಾಗ ಟೆಂಪಲ್, ಚಂದ್ರಾಯನ ದುರ್ಗ, ದೇವರಾಯನ ದುರ್ಗ, ಮಧುಗಿರಿ ಏಕಾಶಿಲಾ ಬೆಟ್ಟ. ಏಷ್ಯಾದಲ್ಲಿ ನಂಬರ್ 1 ಶಿಲಾ ಬೆಟ್ಟ. ഇവർ കുറേ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മളതൊക്കെ പോയി നോക്കണം. അങ്ങനെ ഇവിടെ നല്ല ചൂടാണ് ഈ ഒരു സ്ഥലത്ത്. ತುಂಬ ಚಳಿ, ಬಿಸಿಲು ಚಳಿಯಲ್ಲ, ಬಿಸಿಲು. ಸಿಕ್ಕಾಪಟ್ಟೆ ಬಿಸಿಲು, ಹಾಟ್ ವೆದರ್. ಈ ತಡಿ ಚಳಿನೂ ಹಂಗೆ ಆಯ್ತು. ಬಿಸಿಲು ಹೆಂಗ್ ಹೊಡಿತದ, ಚಳಿನೂ ಹಂಗೆ ಆಯ್ತು ಈ ತಡಿ. ಹಾಟ್ ವೆದರ್ ಸಿಕ್ಕಾಪಟ್ಟೆ. 36 ಬಿಸಿಲು, 36 ಡಿಗ್ರಿ ಸೆಲ್ಸಿಯಸ್ ಬಿಸಿಲು. ಕರ್ನಾಟಕದಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ನಿಮಗೇನು ಎಲ್ಲ ಮಾಡ್ತೇಯಾ? ಇಲ್ಲ, ಕಾಂಗ್ರೆಸ್ ನೈ. ಬಿಜೆಪಿ ಒಂದ್ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ. ಕಾಂಗ್ರೆಸ್ ಚೆನ್ನಾಗಲ್ಲ. ಗ್ಯಾರಂಟಿ ಎಲ್ಲ ಬರ್ತಾ ಇದೆ. ഒന്നും ಏನ್ ಪ್ರಯೋಜನ ಇಲ್ಲ, ಯಾರೋ ಒಬ್ಬೊಬ್ರು ಅಷ್ಟೇ. ഇവർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഗ്യാരണ്ടി അല്ല, ഇനിയും വരാനുണ്ടെന്നാണ് പറയണത്. ಏನಿಲ್ಲ, ಒಂದು ಮನೆಗಳು ಯಾತದು ಇಲ್ಲ, ಏನೂ ಇಲ್ಲ. ಇದೊಂದು ಬತ್ತಾಯ್ತು ಅಷ್ಟೇ. ದುಡ್ಡಿಲ್ಲ, ದುಡ್ಡು ಬತ್ತಾಯ್ತೆ. ಗ್ಯಾರಂಟಿ ಎಲ್ಲ ಬರ್ತಾ ಇದೆ. ಇದು ಮಾತ್ರ ಬತ್ತೈತೆ 100,000 ಮಂತ್ಲಿ ಬರುತ್ತೆ. ಪೆನ್ಷನ್ ಬರುತ್ತೆ. ಪೆನ್ಷನ್ ಎಲ್ಲ ಬರ್ತಾ ಇದೆ. ಪೆನ್ಷನ್, ಗ್ಯಾರಂಟಿ, ಇನ್ನೇನು ಇಲ್ಲ. ಫ್ರೀ ಕರೆಂಟ್, ಫ್ರೀ ಯಾತದು ಇಲ್ಲ, ಕೆಲಸ ಕಾರ್ಯ ಏನೂ ಇಲ್ಲ. ಬಿಜೆಪಿ ಇಂದ ಬಂದಿಲ್ವಲ್ಲ ಇಲ್ಲಿ. ಮುಂದೆ ಬರುತ್ತೆ, ಎಲ್ಲ ಸಿಗುತ್ತೆ. ಇದು MP ಎಲೆಕ್ಷನ್ ಬಿಜೆಪಿ
ಅದು ಪರವಾಗಿಲ್ಲ. BJP പരವಾಗಿല്ല. കോൺഗ്രസ് ആണ് പ്രശ്നം അല്ലേ? എനിക്ക് ഹിന്ദി ആണെങ്കിലും കന്നഡ ആണെങ്കിലും ഒന്നും നല്ല രീതിയിലൊന്നും അറിയില്ല. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഓരോ കാണുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് അവിടുത്തെ കഥകളും ഓരോ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ശ്രമിക്കുക. ലാംഗ്വേജ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും നോർത്ത് ഇന്ത്യയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്യാനുള്ള മടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ഇതേപോലെയൊക്കെ അങ്ങ് സംസാരിച്ചാൽ മതി. കുറച്ചൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ പഠിച്ചോളൂ ലാംഗ്വേജൊക്കെ. നിങ്ങളിത് കണ്ടില്ലേ, ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ആന്ധ്ര എത്താനായിട്ട്, ആന്ധ്ര ബോർഡർ പാസ് ചെയ്യാനായി. ഇവിടെ എത്തിയപ്പോൾ ആകാശത്തിൻ്റെ കളറൊക്കെ മാറി, ആകാശം തൊട്ടടുത്തുള്ള പോലത്തെ ഒരു ഫീലാണ് ശരിക്കും. ആ ഒരു ഡിസൈനുകളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ് ശരിക്കും. ഈ ഒരു റോഡ് കണ്ടില്ലേ, ഒരു വിജനമായ റോഡ്. ഇവിടെ നിന്നൊക്കെ പണി കിട്ടിയാൽ നമ്മൾ പെട്ടുപോകും ശരിക്കും. വണ്ടി പഞ്ചറായ, വണ്ടി കംപ്ലൈൻ്റ് ആയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പണി കിട്ടുന്നത്. വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഈ റോഡ് മൊത്തം. കർണാടകയുടെയൊക്കെ ഹള്ളി ഏരിയ ആണെങ്കിൽ പോലും ഇവിടുത്തെ റോഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആന്ധ്രാപ്രദേശിലൂടെയാണ്. ശരിക്കും ഈ കർണാടകക്കും ആന്ധ്രക്കും ഇടയിൽ ശരിക്കും ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ കണ്ടില്ല കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ തൊട്ടടുത്താണ് നമ്മളൊരു റിസോർട്ടിൽ സ്റ്റേ ഉണ്ട്. നമുക്ക് ആ ഒരു കൊളാബറേഷൻ കിട്ടിയതാണ്. പെനുകൊണ്ട എന്ന് പറയുന്ന ടൗണിലാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഞാനിവിടെ നോക്കിയിട്ട് പെനുകൊണ്ടയിൽ അങ്ങനെ അധികം റൂമോ കാര്യങ്ങളോ റിസോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രോപ്പർട്ടി മാത്രമേ പെനുകൊണ്ടയിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കർണാടകയിൽ നിന്ന് ആന്ധ്രയിലേക്ക് വന്ന് കയറിയപ്പോൾ കാഴ്ചകൾക്കൊരു മാറ്റം ഉണ്ടായി. അതിലെനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ഈ ആകാശത്തിൻ്റെ ഡിസൈനാണ്. അവിടെ ആകാശം നല്ല ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് ലൈറ്റായി, അതിൽ ഫുള്ള് വൈറ്റ് ഡിസൈനുകളായി ഇങ്ങനെ. എന്തായാലും റോഡ് ട്രിപ്പൊക്കെ അടിക്കണവർ ഈ ഒരു റൂട്ടിൽ വന്ന് നോക്കൂട്ടെ. എല്ലാവരും മംഗലാപുരം വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ ഓൾറെഡി അടിക്കാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലാത്ത ഈ ഒരു വഴി കയറി വന്നത്. അപ്പോൾ ആരും നിന്നും കാണാത്തൊരു കിടിലം റോഡ് ട്രിപ്പ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പെനുകൊണ്ട എത്തി. ഇവിടെ പെനുകൊണ്ട എന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 2:45 നമ്മളിന്നൊന്നും ഉച്ചക്കൊന്നും കഴിച്ചില്ല. രാവിലത്തെ ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇവിടത്തേക്ക് എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത്, എന്താണ് അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഈ പെനുകൊണ്ട സൈഡൊക്കെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നല്ലതെന്നുള്ളതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോണത് ആന്ധ്രാപ്രദേശിലെ പെനുകൊണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അത് വലിയ ടൗണാണ് ചെറിയ ടൗണാണ് എന്നൊക്കെ നമുക്ക് ഇനി മുമ്പോട്ട് പോകുന്നവരെ കാണാൻ പറ്റും. കർണാടകയിൽ നിന്ന് ആന്ധ്ര കയറിയപ്പോൾ ഇവിടുത്തെ റൈറ്റ് സൈഡിലെ വീടുകളൊക്കെ കണ്ടില്ലേ. ഇത് നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ വീടുകളാണ്. കർണാടകയിൽ ഇങ്ങനത്തെ വീടുകളില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ റിസോർട്ടിലേക്കുള്ള ലൊക്കേഷനാണല്ലോ ഇട്ടേക്കണത്. നേരെ പോയി ജാക്കറ്റ് സാധനവും ലഗേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. പക്ഷേ ഈ ഒരു റൂട്ടിലൊരു കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വളരെ കുറവാണ്. ഇനി മുമ്പോട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, വിജനമായ റോഡാണ്. വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എങ്കിലും ഒരു വിജനമായൊരു സ്ഥലമാണ് കേട്ടോ ഇത് ശരിക്കും. ഉള്ള യാത്രയിൽ ആന്ധ്രാപ്രദേശിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നുള്ളൂ. ഞാനും വണ്ടിയെടുത്ത് ആന്ധ്രാപ്രദേശിലേക്ക് വന്നത് ആദ്യമായിട്ടാട്ടോ. ആന്ധ്രാപ്രദേശ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ റോഡ് ട്രിപ്പും ഒക്കെ അടിപൊളിയാണ് ശരിക്കും. റോഡിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് കണ്ടില്ലേ, ഫ്രീ ആയിട്ടുള്ള റോഡ്, നല്ല റോഡുകൾ. ഒരു റൈഡറിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ റൂട്ടാണ് ഇപ്പം ഞാൻ വന്ന കർണാടകയിൽ നിന്ന്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ട് ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോകളിൽ കാണാൻ പറ്റും. ഏകദേശം നമ്മുടെ റിസോർട്ട് എത്താനായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി. പക്ഷേ കുറേ ഉള്ളിലേക്ക് ഇനിയും ദൂരം കാണിക്കുന്നുണ്ട്. ഇതെന്താ ജയിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ മതിലും ഗേറ്റൊക്കെ കണ്ടിട്ട്. ആള് വന്നിട്ട് തുറക്കാനായിട്ട്. എന്നാലും ഇത്രയും വലിയ മതിലും ഗേറ്റൊക്കെ എന്തിനാണ് ഈ ഒരു റിസോർട്ടിന് വെച്ചേക്കണേന്നാണ് ഞാൻ ആലോചിക്കണത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഇവരെനിക്ക് ഫ്രീ ആയിട്ട് കൊളാബറേഷൻ തന്നാട്ടോ. അവർക്ക് വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 3 ദിവസം സ്റ്റേ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്താണ് ഇതിൻ്റെ അകത്ത് അവസ്ഥയെന്നറിയില്ല. ഉള്ളിലേക്ക് കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു റിസോർട്ട് എത്താനായിട്ട്.
നമ്മൾ തിരിച്ചിറങ്ങി അവരപ്പം തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്ത് കേട്ടോ. ഇത്രയും ഇതായിട്ട് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ശരിക്കും കാര്യമുണ്ടോ ശരിക്കും ഒരു റിസോർട്ടിൽ? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ശരിക്കും ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പേടി. എങ്ങോട്ടാ പോണ ഒന്നും നമ്മളറിയാത്ത ആൾക്കാർ, ഈ ലാംഗ്വേജ് ഇവിടെ ഇനിയിപ്പോൾ തെലുങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇവരായിട്ടൊക്കെ എങ്ങനെ സംസാരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചത് റിസോർട്ടിൻ്റെ ഓണറിനായിട്ടാണ്. അത് സീനില്ല. ഇനി അവരാരും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇരിക്കുമല്ലോ. ഇതാണ് റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്താ അവസ്ഥയെന്ന്. പക്ഷേ എനിക്കിവിടെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, ബൈക്ക് നമുക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതും വെക്കാനുള്ള സ്ഥലമില്ല. ഇവിടെ വെക്കണം. പെന്നുകുണ്ടയിൽ വന്നിട്ട് ഞാൻ സ്റ്റേ ചെയ്യാനെടുത്ത റിസോർട്ടാണ് കേട്ടോ ഇത്. അടിപൊളി റിസോർട്ടാണ്, പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം, റേഞ്ചിൻ്റെ ശകലം കുറവുണ്ട്. വൈഫൈ വരുമെന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഓഫീസ് റൂമും ഡൈനിങ് കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെയാണ്. അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് വന്ന് കയറിയിട്ട് ഫസ്റ്റ് പെനുകുണ്ടയിലാട്ടോ വന്ന് ചാടിയത്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ടൗണുകളായിരുന്നു. ആന്ധ്രാപ്രദേശ് എത്തിയെന്ന് പോലും മനസ്സിലായില്ല ശരിക്കും. ഇതാണ് ഇവിടുത്തെ പൂള്. ഇതിലൊരു സ്പോട്ടാണ് കേട്ടോ. പൂളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല വെയിലാണ് ഇവിടെ. കുറച്ച് വൈകിട്ടായി കഴിഞ്ഞാലേ സെറ്റ് ആവുള്ളൂ. നല്ല കിടിലിനായിട്ടാട്ടെ ഇവർ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കണത്. അടിപൊളിയാണ്. റൂമും കാര്യങ്ങളൊക്കെ നല്ല കിടിലാണ്. ഫാമിലി ആയിട്ട് വന്നാലും ബാച്ചിലറായിട്ട് വന്നാലൊക്കെ അടിപൊളിയാണ്. കിടിലം വ്യൂ ആണ് ഇവിടെ. നല്ല നീറ്റാണ്, ക്ലീൻ ബാത്റൂമൊക്കെയാണ്. കുളിക്കാനുള്ള എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ എന്തായാലും ഈ ജാക്കറ്റൊക്കെ ഊരി ആദ്യം ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.